ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ബീഫ് കൊണ്ടൊരു ഐറ്റമാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ ചെയ്താൽ ഒലത്തെ ഫ്രൈ, പെരളന്, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ. പക്ഷേ ബീഫ് കറി നല്ല ടേസ്റ്റോട് കൊടുത്തതിന് ഒരു ബീഫ് കറിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എന്തിനാണെന്നറിയോ? നെയ്ച്ചോറിനോ അല്ലെങ്കിൽ അപ്പത്തിനോ ഇടിയപ്പം അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിനും വേണ്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ബീഫ് കറി. അപ്പോൾ സമയം കളയാതെ നമ്മൾക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ഇന്ന് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ നമ്മളോട് ചോദിച്ചായിരുന്നു, ഇച്ചിരി നല്ല ബീഫ് കറി ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കണമെന്ന്. ഒരു പക്ഷേ അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവർക്കും അറിയാവുന്നവർക്കും എല്ലാവർക്കും വേണ്ടി നല്ല അടിപൊളി ഒരു ബീഫ് കറി ഉണ്ടാക്കാം. എന്താ? അപ്പോൾ നമ്മൾ 1 കിലോ ബീഫ് നല്ല വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ കുക്കറിനകത്തോട്ട് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ട് എടുക്കുക. ഞാനിത് 1 കിലോ അളവിലുള്ള ഇറച്ചിയുണ്ട്. ചെറിയ കുക്കറല്ലേ. ഒരു മീഡിയം രീതിയിൽ 2 സവോള എടുക്കുക. ഇപ്പോൾ 2 സവോള അരിഞ്ഞത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 പിടി കൊച്ചുള്ളി. അപ്പോൾ ഇത് ബീഫ് കറിക്കല്ലേ, അപ്പം ഉള്ളി സവോളയൊക്കെ ന്യായമായിട്ട് വേണം. പഴുത്ത് നമുക്ക് 2 തക്കാളി അങ്ങോട്ട് അരിഞ്ഞിടുക. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇതൊന്ന് ചതച്ചെടുത്താൽ 2ഉം ഓരോ ടേബിൾ സ്പൂൺ വെച്ചുണ്ട്. ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമുക്കൊരു 2 or 3 പച്ചമുളക്. ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവ് എടുത്താൽ മതി. മുളക് പൊടിയാണ് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പൊടികളൊക്കെ പിന്നീട് കുറച്ചുകൂടെ ആവശ്യമുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്, അതിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടിയാണ്, ഗരം മസാലപ്പൊടി. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് പകുതിയേ കാണത്തുള്ളൂ. അപ്പോൾ ഇറച്ചിക്കകത്ത് അത്യാവശ്യം വെള്ളമുണ്ട്. ഒരു പക്ഷേ വെള്ളം ഒട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം ഒഴിച്ച് കൊടുത്ത് വേണം വേവിക്കാൻ. ഇപ്പം നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അത്യാവശ്യം വെള്ളം ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഒഴിച്ചിരുന്നില്ല. ഇനി ഇത് അടച്ചിട്ട് നേരെ അടുപ്പത്തോട്ട് വെക്കാം. ഈ ഇറച്ചി എന്ന് പറയുമ്പോൾ ഓരോ ഇറച്ചിക്കും ഓരോ വേവാം അല്ലേ. ഇതിപ്പം ഏകദേശം ഒരു 5 അല്ല ഒരു 6 വിസിലടിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 3/4 വേവെങ്കിലും ആകും. അത്ര സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏത് ബീഫായാലും കൊള്ളാം. ബീഫ് വറുത്തായാലും കറിയാണേലും ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ അതിനകത്ത് ചേർക്കുന്നതല്ല. അത് വേണമെന്നുള്ള അഭിപ്രായമാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഒന്നെടുക്കാം. എത്ര വിസിലായി? 6ാമത്തെ വിസിലാണ്. ഞങ്ങളിവിടെ നിന്ന് എണ്ണിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ 1, 2, 3, 6 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ശരി, നമുക്കിതങ്ങ് നിർത്താം. ഇനി വേറെ ഉണ്ടാൽ തന്നെ ഇരുന്നങ്ങ് വെന്തോളൂ. ഇത് നമുക്ക് താഴോട്ടു അവിടെ ഇരിക്കട്ടെ. ഷംലാക്ക് വലിയ ഇഷ്ടമാണ് ബീഫ് കറിയും ഈ നെയ്ച്ചോറും എന്നൊക്കെ പറഞ്ഞത്. ഇന്ന് അത് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുപ്പൊന്നും നമ്മളെ കത്തിച്ചിട്ട് ഇതേപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെച്ചു. ഇപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിക്കണം. മതി. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കൊരു 3-4 ഏലക്കായി, ഒരു കഷ്ണം കറുവാപ്പട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് അങ്ങോട്ട്. ഗ്രാമ്പൂ ഒന്നും ഞാൻ ഇടുന്നില്ല. ആ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആ തേങ്ങാക്കൊത്തുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഈ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ച്. അപ്പോൾ ഇതേ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്കും ഒരു 10-12 വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. ആ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഈ തേങ്ങാക്കൊത്തും നല്ലപോലെ ഫ്രൈ ആയി വരും. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ മുട്ടിക്കും. ഒന്ന് ഇളക്കി കൊടുത്ത് ഈ
നമുക്ക് ഈ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമക്കണം. അത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര എണ്ണ ചേർത്തത്. കാര്യം ഈ സവോളയും തേങ്ങയൊക്കെ വറക്കണ്ടേ. അപ്പോൾ ന്യായമായിട്ടുള്ള എണ്ണ വേണം. എണ്ണ കുറവാണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ തട്ടി ഇതേപോലെ ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. നേരത്തെ നമ്മൾ ചേർത്താണ്, അത് ചെറിയ അളവിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമുള്ള സാധനം കൂടെ ചേർക്കാം. നമുക്ക് ആദ്യമേ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇപ്പം ടോട്ടൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അല്പം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 1/2 ടീസ്പൂൺ ടോട്ടൽ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ബീഫ് കറിക്ക് ആവശ്യമുള്ള മസാലയൊക്കെ നമ്മൾ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികൾ. അതായത് നമുക്കറിയാമല്ലോ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചുവയുണ്ട്, അതൊന്ന് മാറണം. നമ്മൾ ഒരല്പം ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചൂടുവെള്ളം വെച്ചിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് ബീഫ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഒരല്പം ചാറോട് കൂടി വേണം. ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ചാറില്ലെന്നുണ്ടെങ്കിൽ ആ ചൂടുവെള്ളം ഒഴിക്കാനായിട്ടാണ് അത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ കുക്കറിനകത്തിരിക്കുന്ന ഇറച്ചി എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചൂടുവെള്ളം അതുകൂടെ ഒരല്പം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ഒന്നുകൂടെ തിളയ്ക്കട്ടെ ഇതിനകത്ത് കിടന്ന്. ഇച്ചിരി കൂടെ നല്ല ചുമല കളറായിട്ട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടി വേറെ ഇട്ടൊന്ന് നല്ല പോലെ എണ്ണ ഒഴിക്കാതെ ചൂടാക്കിയിട്ട് ഇട്ടാൽ മതി, നല്ല കളർ കിട്ടും. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കുകയാണ്. ഇറച്ചി ഇനി വെന്തില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് തന്നെ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് അത് വെന്തോളൂ. ഏകദേശം ഒരു 5-6 മിനിറ്റ് എങ്കിലും ഒന്ന് ഇരിക്കട്ടെ. ബീഫ് കറിയുടെ മണം എങ്ങനെയുണ്ട്? നല്ല അടിപൊളി മണം. ഒന്ന് നോക്കട്ടെ. നമ്മളതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ടില്ല. തുറന്നു നോക്കാം. ആഹാ, നല്ല മണം. ആടി കുട്ടികളെ എങ്ങനെയുണ്ട്? നല്ല കറിയല്ലേ, എനിക്ക് വെക്കുന്ന കറിയാണ് ഭയങ്കര ഇഷ്ടം. നെയ്ച്ചോറിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു കറിയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷംലാക്ക് ബീഫ് കറി എന്നൊക്കെ പറയാൻ വലിയ ഇഷ്ടമാണ്. വേറെ ഒരു ഇറച്ചിയുടെ ഒരു കറിയും കൂട്ടത്തില്ല, പക്ഷേ ബീഫ് കറി മാത്രം. ചിക്കനോ ഒന്നും വേണ്ട. അതിനകത്തിട്ട് ഇത് മേടിച്ചോണ്ട് കഴിച്ചോ? നല്ല രുചിയുണ്ട്. പിന്നെ ഒന്നും ചേർക്കണ്ട. കറക്റ്റ് എങ്ങനെ കിട്ടുന്ന ഇത്ര കറക്റ്റായിട്ട്. ഇതുപോലെ വന്ന് എത്ര പേർക്ക് നല്ല പല കറികളൊക്കെ വെക്കാൻ അറിയാമോ? ഞാൻ പറയട്ടെ ഒരു കാര്യം, ഞാൻ പറയട്ടെ, ഞങ്ങളൊക്കെ വെക്കുമ്പോ ഇല്ലേ പിന്നെ ഉപ്പ് കൂടുതലാ, അല്ല ഉപ്പ് കുറവാ, പിന്നെ ഇച്ചിരി ഇടും, പിന്നെ എന്തെങ്കിലും കുറവാണ് പിന്നെ ഇടും. പക്ഷെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതെ, അപ്പം അതൊരു ഭാഗ്യം. കാര്യം നമ്മളെ ഈ കറികളും ഇതേപോലുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പലർക്കും അറിയാത്ത ആൾക്കാരും ഉണ്ട്. അതൊരു സത്യ കാര്യം തന്നെ. അവർക്കൊക്കെ ഒരു പ്രയോജനമാകട്ടെ. നല്ലൊരു ബീഫ് കറി എങ്ങനെ വെക്കണം എന്നുള്ള ഒരു ടെൻഷനും അടിക്കണ്ട. ഇതേപോലെ കാര്യം ഒന്നും വേണ്ട, സംഭവം എല്ലാം കറക്റ്റാണെന്നാണ് ഷൻല പറഞ്ഞത് കേട്ടോ. ഇപ്പം ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് സമയമായില്ലേ. നമുക്ക് ഒരു കഷ്ണം എടുത്ത് നോക്കട്ടെ, ബന്ധമെന്ന് നോക്കട്ടെ. നല്ല ചൂടാ. ആഹാ, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. രണ്ട് ചപ്പാത്തി ഉണ്ട്, ഇച്ചിരി ബീഫ് കറിയും കൂട്ടി എന്നാ. ആയിക്കോട്ടെ, ഇച്ചിരി ചാറുകൂടെ അങ്ങോട്ട് ഒഴിക്കാം. ഒത്തിരി ദിവസമായിട്ട് പറയും നല്ലൊരു ബീഫ് കറി വെച്ച് തരണം. എന്നാ കഴിക്കും, വേറെ നിറച്ചും കഴിക്കും. കഴിക്ക്, ചൂടുണ്ടോ?
ശബല ആളായെന്ന് പറയാം ഇങ്ങനത്തെ ഒരു കറിയും കൂട്ടി. ശബല കഴിക്കുന്ന കണ്ടപ്പോൾ ഒരു പോയി. നല്ല ഇറച്ചിയും വേണ്ട, നല്ല കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാം ചെയ്ത് നോക്കും. നല്ല ബീഫ് കറിയാണ്. ഇതൊക്കെ വെച്ചിട്ട് കഴിക്കാതിരിക്കുന്നത് എങ്ങനെ? നല്ല കുരുന്ന ഇറച്ചി ഒത്തിരി അല്ലേ? എന്നാ പറയാന് അല്ലേ? ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബീഫ് കറി വെക്കാൻ അറിയത്തില്ലെന്ന് ആരും പറയാനില്ല ഇനി കേട്ടോ. നല്ലൊരു ടേസ്റ്റിൽ തന്നെ ഈ ബീഫ് കറി ചെയ്തിട്ടുണ്ട്. അപ്പം അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു പോകും.